കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുന്നിക്കുരുമണിയോളം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലത്തെയുള്ള ഓരോ കുന്നിക്കുരുമണികളാണ് കേട്ടോ അതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഓരോ കേക്കുകളും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരാഗ്രഹമായിരുന്നു ഈ കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കിതൊരു വരുമാന മാർഗ്ഗമാകും, ഇതെൻ്റെ ഒരു ബിസിനസ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ കസിൻസ്. നന്ദി പറയാനാണെങ്കിൽ എല്ലാവരും ഉണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ, എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്, എല്ലാവരും. എനിക്ക് തരുന്ന ഓരോ കസ്റ്റമേഴ്സും അത്രയും സന്തോഷത്തോടുകൂടിയാണ് അവരുടെ ഓരോ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിലുള്ള ഓരോ കേക്കുകൾ എന്നെ ഏൽപ്പിക്കാറുള്ളത്. അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ കേക്കുകളും ചെയ്യാറുള്ളത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. 5 കേക്കുകളുണ്ടായിരുന്നു. ഈ കേക്ക് പെട്ടെന്ന് വന്ന ഓർഡറായിരുന്നു കേട്ടോ. രാവിലെ വന്നിട്ട് വൈകുന്നേരം കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്തതായിരുന്നു. രാവിലെ എല്ലാ കേക്കുകളും ഒക്കെ സെറ്റ് ചെയ്തു. ഇന്നത്തൊക്കെ പേരെഴുതുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. ഇന്നത്തെ ഒരു ദിവസം അവർ കേക്ക് കട്ട് ചെയ്യുന്നതും കേക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാനുള്ള ആകാംക്ഷയും എല്ലാം ഉണ്ടായിരുന്നു ഈ ഓരോ കേക്കും. മഴയായിരുന്നു. ഇത്രയും കേക്കുകളുള്ള കാരണം എനിക്ക് സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ കാറിലായിരുന്നു പോയിരുന്നത്. മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്കെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്തു. കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് കടയിൽ കൊടുക്കാൻ പറ്റി. കടയിൽ നിന്ന് വന്ന ഓർഡറാണ്, കടുത്തുരുട്ടി കടയിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളെ കാണിക്കായിരുന്ന ഈ ഒരു കേക്ക്. ഇത് ബ്ലൂ വെൽവെറ്റ് കേക്കാണ്. ഇത് സുജിത്തിൻ്റെ വക എനിക്ക് കിട്ടിയ ഓർഡറുകളിൽ ഒരു ഓർഡറാണ് കേട്ടോ. ഇത് കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഞായറാഴ്ച ഒരു 2 കിലോത്തിൻ്റെ കേക്ക് കൂടി എനിക്ക് ഓർഡറുമായിട്ടുണ്ട്. ഓക്കെ, ബൈ.